വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ മീഡിയ. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരങ്ങളിൽ നേരിട്ട പരാജയങ്ങൾക്ക് ശേഷം ഒരു വിജയം തേടി ISLന്റെ രണ്ടാം ഘട്ടത്തിലെ രണ്ടാം എവേ മത്സരത്തിന് ചെന്നൈയിൻ FCക്കെതിരെ ഇറങ്ങുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു വിജയം അനിവാര്യമായ മത്സരമാണ്. ചെന്നൈയുടെ മണ്ണിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ലെന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ഈ സീസണിൽ ചെന്നൈ FCയുടെ പ്രകടനം അത്ര മികച്ചതൊന്നുമല്ല. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FCയുടെ മികച്ച താരങ്ങൾ അണിനിരക്കുന്ന കംപ്ലീറ്റ് സ്ക്വാഡിനെ ആയിരിക്കും ഇന്ന് നേരിടേണ്ടി വരിക. ചെന്നൈയുടെ പരിശീലകനായ ഓവൻ കോയൽ പ്രീ മാച്ച് പ്രസ് മീറ്റിൽ ഇതേപ്പറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സീസണിൽ ആദ്യമായി ചെന്നൈയിൻ FCക്ക് അവരുടെ കംപ്ലീറ്റ് മെയിൻ പ്ലെയേഴ്സിനെ ഉൾപ്പെടുത്തി കളിക്കാൻ സാധിക്കുന്ന മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്ന്. എന്തായാലും ബ്ലാസ്റ്റേഴ്സും മികച്ച സ്ക്വാഡുമായി തന്നെയാണ് ചെന്നൈയിൻ FCക്കെതിരെ ഇറങ്ങുന്നത്. ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് 11 നമുക്കൊന്ന് നോക്കാം. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ്, പ്രതിരോധത്തിൽ ലെസ്കോവിച്ച് ആദ്യ 11 തന്നെ കാണും. ഹോർമിപാമിനെ പിൻവലിച്ച് ലെസ്കോ തന്നെയാവും ഇറങ്ങുന്നത്. അപ്പോൾ മിലോസ്, ലെസ്കോവിച്ച്, പ്രിതം കോട്ടാൽ, നൗച സിംഗ് എന്നിവരാകും സ്റ്റാർട്ടിംഗ് 11 വരുന്നത്. അതുപോലെ മധ്യനിരയിൽ സഖായിനെ പിൻവലിച്ച് ഐമൻ തന്നെയാകും സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ ജിക്സൺ സിംഗ്, ഐമൻ, അസർ, രാഹുൽ KP എന്നിവരാകും മധ്യനിരയിൽ. മുന്നേറ്റ നിരയിൽ ദിമിത്രിയും ഫെഡർ സുർണിച്ചും തന്നെ എത്തും. ഈ ഒരു ലൈനപ്പ് തന്നെയാകും ഇവാൻ യൂക്കോമനോവിച്ചും പരീക്ഷിക്കുന്നത്. എന്നാൽ നിഹാൽ സുധീഷിനെ പോലെയുള്ള യുവതാരങ്ങൾക്ക് ആദ്യ 11 അവസരം കൊടുക്കുകയാണെങ്കിൽ എതിർ ടീമിനെ പ്രസ് ചെയ്ത് നിർത്തുന്നതിൽ കുറച്ച് വിജയിക്കാൻ സാധിക്കും. കാരണം നിലവിൽ എതിർ ടീമിനെ പ്രസ് ചെയ്ത് കളിക്കാൻ സാധിക്കുന്ന താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലില്ല. അതുകൊണ്ട് അവസാന നിമിഷ സബ്സ്റ്റിറ്റ്യൂഷന് നിൽക്കാതെ നിഹാലിനെ ആദ്യ 11 തന്നെ ഇറക്കിയാൽ കുറച്ചുകൂടി മികവ് പുലർത്താൻ സാധിക്കും. അതുപോലെ മധ്യനിരയിൽ പരിക്കുമാറി തിരികെ എത്തിയ വിപിൻ മോഹനനും സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈയിൻ FCക്കെതിരെയുള്ള സ്റ്റാർട്ടിംഗ് 11. അപ്പോൾ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.